ഹായ്, നിങ്ങളാരെങ്കിലും സ്കൂളുണ്ടാണ് അടിയിൽ പങ്കെടുത്തണോ അല്ലെങ്കിൽ കണ്ടിക്കണോ? എന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനൊരു അടിയിലുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഞാൻ പലതും കണ്ടിക്കണേ. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ പലതും കണ്ടിക്കണം. എൻ്റെ +1 +2 സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ് വരെ CBSE പഠിച്ചത്. പിന്നെയാണ് ഞാൻ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറിയത്. പിന്നെ അടിയോടടിയിരുന്നു. അത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ച് ഞാൻ കണ്ട അടികളെക്കുറിച്ച്. എന്നപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ സ്കൂള് കുറച്ച് ഫേമസ് ആണ് അടിൻ്റെ കാര്യത്തിൽ. ഞാൻ പേര് പറയില്ല, ലാസ്റ്റ് എൻ്റെ തലയിൽ കൂകുക എല്ലാ സാധനം ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യം പറയില്ല. കുറച്ച് ഫേമസാണ്, നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. എല്ലാ സ്കൂളും ഫേമസാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, ഞാൻ കേട്ട സാധനം എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. സത്യം എന്താണെന്ന് എനിക്കും അറിയില്ല. എന്നപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞത്. എന്നപ്പോൾ ഒന്ന് എല്ലാം വിശ്വസിച്ചെടുക്കേണ്ട, എനിക്കറിയുന്ന കാര്യം പറഞ്ഞത്. ഞാൻ കണ്ട സാധനം എനിക്ക് മനസ്സിലായത്. എന്നപ്പം നോക്കുമ്പം എനിക്ക് ഫസ്റ്റ് ഓർമ്മയുള്ളത് ഒരു മിഡ് ടേം എക്സാം മിഡ് ടേം ആണോ അറിയില്ല, ഒരു എക്സാം. ആ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരിക, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരിക. അന്ന് നമ്മൾ ഗ്രൗണ്ടിലുണ്ട് ഒരു ചെക്കനെ കുറേ ആൾക്കാർ റൗണ്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ആ ചെക്കൻ കുറച്ച് നിലത്ത് വീണ്. പിന്നെ എല്ലാവരും കൂടി ചവിട്ടി ചമ്മന്തിയാക്കാൻ തുടങ്ങി. റൗണ്ടിലും ചവിട്ടി ഇവിടെ ഇട്ട് അവിടെ നിന്ന് ഇട്ട് എല്ലാ സ്ഥലത്തും നിന്ന് കിട്ടുക ചവിട്ടി. ഓനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓൻ്റെ കൈ വെച്ച് ഓൻ്റെ തല മൂടി. അതോനറിയാം തലക്കൊന്ന് പറ്റാണ്ടാക്കാൻ. അപ്പോൾ നോക്കിയപ്പോൾ +1 +2കാരുള്ള തമ്മിലുള്ള അടിയാണ്. +2കാരാണ് ചവിട്ടുന്നത്. പിന്നെ ഏതൊക്കെ ബൈക്കൂടെ പോകുന്ന ആൾക്കാർ ചവിട്ടി എനിക്ക് സംശയമുണ്ട്. കാരണം എവിടുന്നൊക്കെ ഞാൻ കാണുക, മുകളിൽ നിന്ന് ഇങ്ങനെ കാണുക. അവിടുന്ന് ചവിട്ടി ഇവിടുന്ന് ചവിട്ടി എല്ലാ സ്ഥലത്തുനിന്ന് റൗണ്ട് എല്ലാവരും കൂടി ചവിട്ടിനോനെ. പിന്നെ അതൊക്കെ മാറ്റി, ആൾക്കാരൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അപ്പോൾക്ക് അവിടുന്ന് സ്ഥലം വിട്ടീനു. കാരണം ഓറ് അടിയുള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മളെ സ്കൂള് എല്ലാ സ്ഥലത്തും എല്ലാ കണ്ടത്തിലും ക്യാമറ ഉണ്ട്. എന്നപ്പോൾ ഓറ് നിന്നാൽ ചിലപ്പോൾ നമ്മൾ ആ ഫൈറ്റിൽ അടിയിലുണ്ടെന്ന് പറയും. അതപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിൽക്കണ്ടല്ലോ. എന്നപ്പോൾ അപ്പോൾക്ക് ഞാൻ അവിടുന്ന് മാറി നിന്നേനു. വെറുതെ പൈസ കൊടുത്ത് കടിക്കണമെന്ന് അതിനെ വാങ്ങണ്ടല്ലോ. എന്നപ്പോൾ ഞാൻ അവിടുന്ന് മാറി നിന്നേനു. പിന്നെ ഞാനവനെ കണ്ടപ്പോൾ നമ്മളെ അടി കിട്ടിയ ചെക്കനെ കണ്ടപ്പോൾ ഞാൻ കുറച്ചൊക്കെ പരിചയമുള്ള ചെക്കനാണ്. ഞാൻ കാണുന്നതാണ്. എന്നപ്പോൾ വലിയ പരിചയമല്ല, കുറച്ച് പരിചയം. എന്നപ്പോൾ അവന് വലിയ കുഴപ്പമില്ല. ചോദിക്കാൻ പറ്റില്ലല്ലോ അവനോട്. എന്നാൽ വെറുതെ ഞാൻ ചോദിച്ചിട്ടില്ല. അവനെ കണ്ട വലിയ കുഴപ്പമില്ല. അതിന് പിന്നെ അതാണ് ഞാൻ +1 കണ്ട ഒരടി. അതിൻ്റെ നടുവ് കൂടെ എന്തോ കടി നടന്നത്. പിന്നെ ആരെ ഭാഗത്തെ ശരി തെറ്റെന്ന് ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്കറിയില്ല. ഞാൻ ആരെയും ഭാഗത്ത് നിൽക്കണമില്ല, എനിക്ക് അറിയില്ല. കാരണം ഞാൻ ജസ്റ്റ് കണ്ടിട്ടുള്ളൂ. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. അത് കേട്ടറിഞ്ഞ സാധനം, അത് എനിക്ക് മനസ്സിലായ സാധനം. പിന്നെ നമ്മൾ കച്ചറുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും പറ്റിയാൽ വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എല്ലാം പോകാനുള്ളൂ. നമുക്കും നമ്മളെ പാരൻസിനും പറ്റിയുള്ള പാരൻസിനും വേറെ ആർക്കും ഒന്നും ഉണ്ടാവില്ല. ആണോ കച്ചറുണ്ടാക്കി അതേ ഉണ്ടാവും ബാക്കി എല്ലാവർക്കും. പിന്നെ ഉള്ള കഷ്ടപ്പാടൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും ഇതാക്കേണ്ടി വരിക. എന്നപ്പം ആവശ്യമില്ലാത്തതിനൊന്നും തല വെക്കാണ്ട് നിൽക്കണ്ട. കുറച്ച് സീരിയസ് ആയിപ്പോയി. എന്നപ്പോൾ നമ്മൾ ഫ്ലോയിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഒരു അടിയാണ്. ഞാൻ നിസ്കരിച്ച് വരുമ്പം സാറുമാരെല്ലാം കൂടി ഒരു ചെക്കനെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോവുക. മാറ് എല്ലാവരും ചുറ്റിലുണ്ടാവില്ല. എന്നപ്പോൾ എല്ലാവരോടും മാറാൻ. എന്നിട്ട് നേരെ ഒരു ബെഞ്ചിലോട്ട് കടത്തി. ഗ്രൗണ്ടിൽ തന്നെ കേട്ടോ, ആ ഒരു ബെഞ്ചിലോട്ട് കടത്തി. എന്നിട്ട് ചെക്കന് ബോധം കിട്ടുന്നതുകൊണ്ട് അന്നപ്പോൾ അപ്പോൾക്ക് വണ്ടി വന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ കുറച്ചവിടെ സംസാരിച്ചത് നമ്മളാണ് അറിഞ്ഞത് +2 +2 ഉള്ള കച്ചറ തന്നെയാണ്. എങ്ങനെ കച്ചറ ഉണ്ടായ അറിയില്ല. എന്തായാലും ഒറ്റരടി തലക്ക് കൊടുത്തതാണല്ലേ. അന്നപ്പോൾ നിലത്തോട്ട് വീണ് നിലത്ത് തട്ടി അങ്ങനെ ബോധം പോയാണല്ലോ. ബോധം പോയി തന്നെ തോന്നുന്നതിന് ഓനെന്തായാലും നടക്കാൻ കഴിയില്ലായിരുന്നു. സാറുമാർ പിടിച്ചതാക്കിയതാണ്. ഓനെന്തായാലും നടക്കാൻ കഴിയില്ലായിരുന്നു. ബോധം പോയാൽ എനിക്ക് ഓർമ്മ. പക്ഷേ അവന് കണ്ണ് തുറന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആർക്കറിയാം, എന്തായാലും നടക്കാൻ കഴിയില്ലായിരുന്നു, അത് ഉറപ്പാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്ത്. പിന്നെ അറിഞ്ഞത് നമ്മളെ MRI എടുത്ത് നിലത്ത് വീണപ്പോൾ അടി കൊണ്ട് കുറച്ചുകൂടി മാറിപ്പോയിക്കിനെ പലതും സംഭവിക്കാനെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അടിച്ചോൻ്റെ പാരൻസ് വന്ന് പിന്നെ സസ്പെൻഷൻ, അങ്ങനെ പലതും സംഭവിച്ചു. അടി കിട്ടിയ ചെക്കനെ പിന്നെ ഞാൻ കണ്ടീനും. പിന്നെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കണ്ടീനും. അവന് വലിയ കുഴപ്പമില്ല, നല്ലോണം തന്നെ ഒരു കുഴപ്പമില്ല നടക്കുന്നുണ്ട്. അതുതന്നെ. പിന്നെയാണ് അടുത്തടി പറയുമ്പോൾ നമ്മളെ +2 മോഡൽ എക്സാമിൻ്റെ ടൈമിനാണ് നടക്കുന്നത്. മോഡൽ എക്സാമിനാണ് എനിക്ക് തോന്നുന്നത്. അതന്നെ. രാവിലെ എക്സാം തുടങ്ങണം മുന്നേ എന്തോ ഒരു കച്ചറ. ടീച്ചർമാരെല്ലാം കൂടി ഒച്ചയിടുക, സാർമാരൊക്കെ ഒച്ചയിടുക. അതിനനുസരിച്ച് സ്റ്റുഡൻസ് തിരിച്ചെന്തോക്കെ പറയുന്നുണ്ട്. സ്റ്റുഡൻസ് തന്നെ ഈ കച്ചറ ഉണ്ടാക്കുന്ന പോലെ ഓലെന്തോ തിരിച്ച് പറയുന്നുണ്ട്. എന്തായാലും +2 തമ്മിലുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നത്. എന്തായാലും കച്ചറ നിർത്താൻ പോയ സാറിൻ്റെ മേൽക്കും ഇങ്ങനെ ആരൊക്കെ എന്തോ പറയുന്നുണ്ട്. കുട്ടികൾ തന്നെ പറയുന്നത്. അപ്പോൾക്ക് നമ്മളെ പ്രിൻസിപ്പൾ വന്ന് എല്ലാവരോടും ക്ലാസ് കയറാൻ പറഞ്ഞു. എന്നപ്പോൾ എല്ലാവരും ക്ലാസ് കയറി. അപ്പോൾ ഓല് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, സാറുമാരും ഓല് കച്ചറ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്തോ പ്രശ്നം. പിന്നെ സംസാരിച്ച് പറഞ്ഞു പറഞ്ഞാൽ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ്, സ്കൂളിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് എന്തോ കച്ചറ ഉണ്ടായി.
അതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എത്ര സത്യം ഉണ്ടെന്ന് എനിക്കല്ല. എന്തായാലും വില ഈ കച്ചറ രണ്ടാമത്തേതാണെന്ന് തോന്നുന്നത്. കാരണം അതിൻ്റെ മുന്നേ വില കച്ചറ ഉണ്ടാക്കിയതുകൊണ്ട് എന്നപ്പോൾ രണ്ടാമത്തെ കച്ചറാണ്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഈ കച്ചറ. എന്നപ്പോൾ പിന്നെ സാറുമാർ ഇടപെട്ട്, ഞാൻ പറഞ്ഞില്ല, സാറുമാർ ഇടപെട്ട് അതിനെ ശാന്തതാക്കി. ആ സമയത്തേക്ക് പിന്നെ ഞാൻ എക്സാം ഹാളിൽ കാണുന്ന ആ ചെക്കന്മാർ, കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ കച്ചറയുള്ളത്. അപ്പോൾ ആ ചെക്കന്മാർ എക്സാം, ഒരു ചെക്കന് എന്താക്കി, എക്സാം അല്ലേ, മോഡൽ എക്സാം അല്ലേ, ഒന്ന് ഇതാണ്ട് പേപ്പർ വാങ്ങി, ഒന്ന് ഇതാണ്ട് ടൈം കഴിഞ്ഞപ്പോൾ ടൈം ചെയ്യാണ്ട് വിടില്ലായിരുന്നു. അപ്പോൾ ടൈം കഴിയുന്നവരെ അവിടെ നിന്ന് ഒന്ന് ഇതാണ്ട് പേപ്പർ കൊടുത്ത് ഓൻ പോയി. അതിൽ പിന്നെ സസ്പെൻഷൻ എന്തോ കിട്ടിയെന്നോ എനിക്കറിയില്ല. കാരണം പിന്നെ ടൈം ഇല്ലല്ലോ, +2ൻ്റെ മോഡൽ എക്സാം അല്ലേ, ഇനി ഒന്നും ടൈമില്ല, സസ്പെൻഷനൊന്നും ടൈം ഇനി ഇല്ലല്ലോ. എന്നപ്പോൾ ആ അടിയുടെ കയ്യിൽ വിചാരിക്കാം അടി നടന്നൊന്നും അറിയില്ല, നടക്കുന്നൊക്കെ പറഞ്ഞിരുന്നു, എന്തൊക്കെ പറയുന്നൊക്കെ കേട്ടിരുന്നു, അടിക്കും എന്തായാലും അടിക്കും, അങ്ങനെ തിരിച്ചടിക്കും പറയല്ലേ, അങ്ങനെ കേട്ടിരുന്നു, നടന്നോ അറിയില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത് സ്പോർട്സ് ഡേയിൽ നടന്നൊരു കാര്യമാണ്. അത് ഞാൻ അതിന് വേറെ വീഡിയോ തന്നെ ഉണ്ടാക്കിന്. ഞാൻ വീഡിയോൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. എന്നപ്പോൾ ഇത്രയാണ് എനിക്ക് ഓർമ്മയുള്ള കച്ചറകൾ അല്ലെ അടികൾ. ഇതുവരെ ഞാൻ പറഞ്ഞ ബ്ലാ 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 കേട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ കച്ചറ നല്ലതല്ല, അടി ഉണ്ടാക്കാൻ പോകേണ്ട ഒരു സ്ഥലത്തും, അപ്പോൾ അതൊക്കെ ചിന്തിക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ്, അടീൻ്റെ എന്ത് എക്സ്പീരിയൻസ് ഇട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ കമൻറ്റിൽ എന്തെങ്കിലും കമൻറ്റ്, പിന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാം. എന്നപ്പോൾ ഇതുവരെ കണ്ടിന് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.